So question number 98ലേക്ക് വരാം. ഇവിടെ ഒരു സ്ക്വയർ പ്രിസം ആണ് ഓഫ് ബേസ് എഡ്ജ് 40 and height 70 is resting on HP with two of the base edges equally inclined to VP. ഇത് 45 ഡിഗ്രിയിൽ വേണം വരയ്ക്കേണ്ടത്. ഈക്വലി ഇൻക്ലൈൻഡ് ആകുമ്പോൾ നമുക്ക് 45 ഡിഗ്രി ലൈൻ വരച്ചിട്ട് ബാക്കി 90 ഡിഗ്രിയിലൊക്കെ വരച്ച് ഫിഗർ കംപ്ലീറ്റ് ചെയ്യുക. ഇറ്റ് ഈസ് കട്ട് ബൈ എ 55 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ പാസിംഗ് ത്രൂ 15 mm ഫ്രം ദി ടോപ്പ്. ഇത് HP മാ ടിൽറ്റ് ചെയ്തിരിക്കുന്ന കട്ടിംഗ് പ്ലെയിൻ ആണ്. ടോപ്പിൽ നിന്ന് 15 mm മാറിയിട്ട് ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന 55 ഡിഗ്രി കട്ടിംഗ് പ്ലെയിൻ വരയ്ക്കുക. So this will be the cutting plane. So this is vertical trace. So ഇതിന്റെ കറസ്പോണ്ടിങ് ആ ടോപ്പ് എങ്ങനെ വരയ്ക്കാം? ഇത് എവിടെയാണ്? ഇത് എവിടെയൊക്കെ ടച്ച് ചെയ്തു? 1, 2, 3 ഈ 3 സ്ഥലങ്ങൾ ടച്ച് ചെയ്തു. ഈ 1 എന്ന് പറയുന്നത് എവിടെയാണ്? AEയിലാണ്. ആ ലൈൻ തന്നെയാണ്. അത് താഴോട്ട് എടുത്താൽ ഈ പോയിന്റിൽ തന്നെ കിട്ടും. Then 2 എന്ന് പറഞ്ഞാൽ എവിടെയാണ്? BFലും DHലുമാണ്. അത് ഈ പോയിന്റിലുമാണ്. ഇതാണ് കണ്ടോ, ഇതാണ് BF. ഈ പോയിന്റ് എന്ന് പറയുന്നത് BF ആണ്. ഈ പോയിന്റ് എന്ന് പറയുന്നത് DH ആണ്. ഇത് രണ്ടിലുമാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, BFലും DHലുമാണ്. ഇത് ബ്രാക്കറ്റിൽ നമുക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇത് എവിടെയാണ് ടച്ച് ചെയ്തിരിക്കുന്നത്? ഇത് ബേസിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ബേസ് എന്ന് ടോപ്പ് ഫേസിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. എവിടെയൊക്കെയാണ്? BCയിലും CDയിലുമാണ്. ഇത് നേരെ താഴോട്ട് നിങ്ങൾ എടുത്താൽ മതി. അതെവിടെയൊക്കെ കിട്ടും? ഈ പോയിന്റിലും ആയിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ സെക്ഷൻ എവിടെയാണ്? ഇതാണ് നമ്മുടെ സെക്ഷൻ. കണ്ടോ, ഇങ്ങനെ വരും സെക്ഷൻ. ഇതിൽ കൂടെയൊക്കെ വരും. സോ ദിസ് ഈസ് ദ സെക്ഷൻ. നമുക്ക് അതിനെ ഹാച്ച് ചെയ്യാം. 45 ഡിഗ്രിയിൽ വളരെ നീറ്റ് ആയിട്ട് തന്നെ ഹാച്ച് ചെയ്യാൻ ശീലിക്കുക. ദെൻ ഈ പോർഷൻ നമുക്ക് ഉള്ളതാണ്. കാരണം നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടൊന്നുമില്ല. ഒരു ഇത്രയും പോർഷനാണ് നമ്മൾ റിമൂവ് ചെയ്യേണ്ടത്. ഇത്രയും പോർഷൻ. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാം. ഇവിടെ ഇതെല്ലാം ഉണ്ട്. ഈ ടോപ്പ് ഫേസ് ഒക്കെ ഉണ്ട്. ഫ്രണ്ട് വ്യൂ നോക്കുവാണെങ്കിൽ ഈ ബ്ലാക്ക് ഇട്ട് വരയ്ക്കുന്നത് എല്ലാം ഉള്ളതാണ്. കട്ടിംഗ് പ്ലെയിനിന്റെയും ഇത്രയും തിക്കായിട്ട് വരയ്ക്കും. ബാക്കി ഈ പോർഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്നു. ഇനി ട്രൂ ഷേപ്പ് വരയ്ക്കാൻ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നിന്ന് പെർപെൻഡിക്കുലർ ലൈൻസ് വരയ്ക്കുക. മുകളിലോട്ട് പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചു. 1 നിന്ന് വരച്ചു, 2 നിന്ന് വരച്ചു, 3 വരച്ചു. ഓക്കെ, അപ്പോ ഞാനിവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ ഓക്സിലറി ലൈൻ വരയ്ക്കുന്നില്ല. സാധാരണഗതിയിൽ ഈ ചെറിയ ഡിസ്റ്റൻസ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് 2 ഇതെവിടെയാണ്? 2 ഇത് 1 എന്ന് കൊടുക്കുക. ഇത് ഏതാണ്? 2ഉം 2-1ഉം. ഈ പോയിന്റ് 3ഉം 3-1ഉം ആണ്. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുമ്പോൾ ഇത് ഓവർലാപ്പ് ചെയ്യും. കണ്ട, ഈ ഫിഗറിൽ ഓവർലാപ്പ് ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഓക്സിലറി ഞാൻ വരയ്ക്കാം. സ്ഥലമുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കുക. അപ്പൊ ഇതെന്താണ്? ഒരു ഓക്സിലറി ഇൻക്ലൈൻഡ് പ്ലെയിൻ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ XYയിൽ നിന്ന് 1' ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യും. ദിസ് വിൽ ബി യുവർ 1'. XYയിൽ നിന്ന് 2ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് മാർക്ക് ചെയ്യുക. അത് ഇവിടെ നിന്നാണ് ഈ രണ്ടാമത് വരച്ച ഓക്സിലറി ലൈൻ എന്ന് പറഞ്ഞാൽ വരയ്ക്കേണ്ടത്. 2-1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്ത് ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ XYയിൽ നിന്ന് 3ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക. ഈ 3-1ലേക്കുള്ള ഡിസ്റ്റൻസ് എടുക്കുക. അത് മാർക്ക് ചെയ്യുക. സോ ദിസ് വിൽ ബി ദ ട്രൂ ഷേപ്പ്. സാധാരണ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ തുടക്കത്തിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണിത്. ഓക്കെ, സോ ദിസ് ഈസ് ദ ട്രൂ ഷേപ്പ് ഓഫ് ദി സെക്ഷൻ.